ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് കല്യാണ സദ്യ കഴിക്കാനിരിക്കുന്ന വസുന്ധരയാണ്. അതേസമയം അഖില് വിളമ്പുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ പാചകക്കാരൻ അഖിലിനെ കൊണ്ട് തന്നെ വിളമ്പിക്കുകയാണ്. അങ്ങനെ വസുന്ധരയുടെ അടുത്തെത്തുമ്പോൾ അഖില് തിരിഞ്ഞു നിന്ന് വിളമ്പുകയാണ്. അങ്ങനെ വസുന്ധരയുടെ കയ്യിലേക്കൊക്കെ കറി വീഴുമ്പോൾ വസുന്ധര ദേഷ്യപ്പെടുന്നു. തുടർന്ന് പാചകക്കാരൻ അങ്ങോട്ടേക്ക് വന്ന് അഖിലിനെ കൊണ്ട് വസുന്ധരയോട് ക്ഷമ പറയിപ്പിക്കുകയാണ്. അപ്പോഴാണ് വസുന്ധര അഖിലിനെ ശ്രദ്ധിക്കുന്നത്. അഖിലിനെ കണ്ട് ആകെ തകർന്ന് ഞെട്ടി നിൽക്കുകയാണ് വസുന്ധര. അതേസമയം കൂടെയുള്ളവർ ചോദിക്കുകയാണ്, ഇത് നിങ്ങളുടെ മകനല്ലേ? അഖിൽ എന്നല്ലായിരുന്നോ പേര്? എങ്ങനെ നടന്ന ചെറുക്കനാ, ഇപ്പോൾ കണ്ടില്ലേ എന്നൊക്കെ അവർ പറയുമ്പോൾ വസുന്ധര വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. വസുന്ധര വിഷമത്തോടെ ആനന്ദ നിലയത്തിലേക്ക് ചെല്ലുമ്പോൾ വർമ്മ ചോദിക്കുകയാണ്, എന്താ വസു, എന്തു പറ്റി? എൻ്റെ മകൻ പച്ചക്കറി കടക്കാരനായി, ഇപ്പോതാ വിളമ്പുകാരനും. എന്താ വസു നീ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് വർമ്മ പറയുമ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം വർമ്മയോട് പറയുകയാണ് വസുന്ധര. ഇത് കേൾക്കുന്ന വർമ്മ വിഷമത്തോടെ പറയുകയാണ്, എന്നാലും എൻ്റെ മോൻ. പിന്നെ ആനന്ദേട്ട, ഞാൻ ഇന്ന് ആനന്ദേട്ടൻ്റെ മുമ്പിൽ നിന്ന് ഒരു തീരുമാനമെടുക്കുകയാണ്. ഇനിയും എൻ്റെ മോനെ ഇങ്ങനെ നാട് അലഞ്ഞു തിരിയാൻ ഞാൻ സമ്മതിക്കില്ലെന്നും പറഞ്ഞ് വസുന്ധര അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമയുടെ വീടാണ്. അഖിലിനെ കാണാതെ ടെൻഷനോടെ നിൽക്കുകയാണ് ശ്യാമയും വീട്ടുകാരും. ഇന്നലെ രാത്രി എൻ്റെ മോള് ഒരുപോലെ കണ്ണടച്ചിട്ടില്ലെന്ന് ദേവകി പറയുന്നു. എന്നാലും അഖിൽ സാർ എവിടെ പോയതായിരിക്കുമെന്ന് അപ്പുവും പറയുകയാണ്. അരവിന്ദൻ എന്താണെങ്കിലും അന്വേഷിച്ചു പോയിട്ടുണ്ടല്ലോ, അരവിന്ദൻ വരട്ടെ എന്ന് വാസുദേവൻ പറയുന്നു. തുടർന്ന് വർമ്മ ശ്യാമയെ വിളിച്ച് ആനിവേഴ്സറി വിഷ് ചെയ്യുകയാണ്. എന്താ മോളെ ഒരു സന്തോഷമില്ലാത്തതെന്ന് വർമ്മ ചോദിക്കുമ്പോൾ ഒന്നുമില്ലച്ചാ എന്ന് ശ്യാമ പറയുന്നു. ഞാൻ അഖിയെ വിളിച്ചിരുന്നു, അവൻ ഫോൺ എടുക്കുന്നില്ല, ഇതുവരെ എഴുന്നേറ്റില്ലേ? ഇല്ലച്ചാ എന്ന് പറഞ്ഞ് ശ്യാമ കോള് കട്ട് ചെയ്യുകയാണ്. പിന്നീട് കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്യാമയ്ക്കും അഖിലിനും വേണ്ടി വഴിപാട് നടത്തിയിട്ട് വരികയാണ് അമൃത. അതേസമയം ഒരു കൊറിയർ ബോയ് അങ്ങോട്ടേക്ക് വരികയാണ്. വസുന്ധര മേഡത്തിന് ഒരു കൊറിയർ ഉണ്ടെന്ന് പറയുമ്പോൾ വർമ്മ അത് വാങ്ങാൻ ഒരുങ്ങുകയാണ്. ഞാൻ വാങ്ങാം എന്ന് പറഞ്ഞ് വസുന്ധര അത് വാങ്ങുന്നു. എന്താ അമ്മ ഇതെന്ന് ഐശ്വര്യ ചോദിക്കുമ്പോൾ വസുന്ധര പറയുകയാണ്, അത് എൻ്റെ മോനുള്ള സ്പെഷ്യൽ ഗിഫ്റ്റാ. സ്പെഷ്യൽ ഗിഫ്റ്റോ, കാണട്ടെ എന്ന് ഐശ്വര്യ പറയുമ്പോൾ അതൊക്കെ സസ്പെൻസ് ആണെന്ന് പറഞ്ഞ് അതുകൊണ്ട് വസുന്ധര അകത്തേക്ക് പോകുന്നു. തുടർന്ന് അമൃത പറയുകയാണ്, കണ്ടില്ല അച്ഛാ, എൻ്റെ സ്പെഷ്യൽ പൂജയുടെ ഫലമാണിതൊക്കെ. നോക്കിക്കോ, ഇന്നത്തെ പരിപാടിയോ വസുവും ശ്യാമയും തമ്മിലുള്ള സകല പ്രശ്നങ്ങളും തീരുമെന്നും വർമ്മ പറയുന്നു. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന ഐശ്വര്യ മനസ്സിൽ പറയുകയാണ്, ഇതിലും വലിയ ഭൂകമ്പം ഇവിടെ നടക്കാൻ പോകുന്നെന്നാ എൻ്റെ മനസ്സ് പറയുന്നത്. പിന്നീട് കാണിക്കുന്നത് ശ്യാമ അഖിലിന് വേണ്ടി അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നതാണ്. എൻ്റെ ദേവി, അഖിൽ സാറിനെ കുറിച്ച് ഒരു വിവരവുമില്ല, നീ എൻ്റെ അഖിൽ സാറിനെ എത്രയും പെട്ടെന്ന് കാട്ടിത്തരണേ എന്ന് ശ്യാമ പ്രാർത്ഥിക്കുമ്പോൾ അപ്പു ശ്യാമയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് അഖില് എത്തിയിട്ടുണ്ടെന്ന് പറയുന്നതാണ്. ഇത് കേൾക്കുന്ന ശ്യാമയ്ക്ക് സന്തോഷമാകുന്നു. തുടർന്ന് ദേവിയോട് നന്ദി പറഞ്ഞ് ശ്യാമ വീട്ടിലേക്ക് പോവുകയാണ്. ശ്യാമ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എല്ലാവരും വിഷമത്തോടെ ഇരിക്കുകയാണ്. അഖിൽ സാർ എന്തേ, എല്ലാവരും എന്താ ഇങ്ങനെ ഇരിക്കുന്നത്? ഇത് കേൾക്കുന്ന വാസുദേവൻ പറയുകയാണ്, മോളിപ്പോൾ മോനോട് ഒന്നും ചോദിക്കാൻ നിൽക്കണ്ട. അരവിന്ദൻ അന്വേഷിച്ച് ചെന്നപ്പോൾ മോനൊരു പാചകപ്പുരയിലായിരുന്നു, മോനൊരു പാചകക്കാരൻ്റെ സഹായിയായിട്ട് പോയിരിക്കുകയായിരുന്നെന്നും വാസുദേവൻ പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ശ്യാമ. ആകെ മുഷിഞ്ഞൊരു വേഷത്തിലാണ് വന്നതെന്ന് അപ്പുവും പറയുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് അഖിലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ശ്യാമ. അതേസമയം വിവാഹ മണ്ഡപത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് വിഷമത്തോടെ ഇരിക്കുകയാണ് അഖിൽ. അങ്ങനെ ശ്യാമ അഖിലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എനിക്കറിയാം ശ്യാമേ, ഇവിടെ എല്ലാവരും എന്നെ കാണാതെ ഒരുപാട് വിഷമിച്ചെന്ന്. താൻ വിളിച്ചപ്പോൾ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റിയില്ല, താൻ എന്നോട് ക്ഷമിക്കണമെന്ന് അഖിൽ പറയുമ്പോൾ എന്തിനു വേണ്ടിയാ ഇങ്ങനെ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടതെന്ന് ശ്യാമ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന അഖില് അവിടെയുള്ളൊരു തുണി മാറ്റുമ്പോൾ അവിടെ ഒരു വീണയാണ് ഉണ്ടായിരുന്നത്. അഖിൽ പറയുകയാണ്, ഇതിനു വേണ്ടി എൻ്റെ കൂട്ടുകാരിക്ക് വിവാഹ വാർഷികത്തിൻ്റെ സമ്മാനം തരാൻ വേണ്ടി. അത്രയും പറഞ്ഞുകൊണ്ട് അഖില് ആ വീണ ശ്യാമയ്ക്ക് നൽകുമ്പോൾ സന്തോഷത്തോടെ ശ്യാമ അഖിലിനെ നോക്കുകയാണ്. ഈ പുഞ്ചിരി കാണാൻ വേണ്ടി മാത്രമാ ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് അഖിൽ പറയുമ്പോൾ പുഞ്ചിരിയോടെ അഖിലിനെ നോക്കുകയാണ് ശ്യാമ. ഇത് കാണുന്ന അഖില് ശ്യാമയെ ചേർത്ത് പിടിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.